പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധനാ സമിതിയുടെ പേരിലും സർക്കാർ ദൂർത്ത്. പുനഃപരിശോധനാ സമിതിയുടെ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവഴിച്ചത് 70.60 ലക്ഷം രൂപയാണ്. പുനഃപരിശോധനാ സമിതിയുടെ റിപ്പോർട്ട് പഠിക്കാൻ വീണ്ടും സമിതിയെ നിയോഗിച്ച സർക്കാരിൻ്റെ വിചിത്ര നീക്കം. ജനം ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധനാ സമിതിയുടെ പേരിലും സർക്കാർ ദൂർത്ത് തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന പേരിൽ സർക്കാർ 70 ലക്ഷത്തിന് മുകളിൽ രൂപ ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. നിഖിൽ, 2018 നവംബർ 7-നാണ് ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി, സംസ്ഥാനത്ത് നിൽക്കുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്നതിനും പുനഃപരിശോധനാ സമിതി എന്ന പേരിൽ എസ് സതീഷ് ചന്ദ്ര ബാബു കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. ചെയർമാനും 2 അംഗങ്ങളും അടങ്ങുന്നതായിരുന്നു ഈ കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ പഠനത്തിനായി 2.5 വർഷം കഴിഞ്ഞ് കമ്മിറ്റി റിപ്പോർട്ട് നൽകുമ്പോഴേക്കും 2021-ലാണ് റിപ്പോർട്ട് നൽകുന്നത്. അപ്പോഴേക്കും ഏതാണ്ട് 70,60,000 രൂപയോളം കമ്മിറ്റി ഇതിനുവേണ്ടി ചെലവഴിച്ചു എന്നുള്ളതാണ്. ഇതിൽ ചെയർമാനും മറ്റ് 2 അംഗങ്ങൾക്കും ഓണറേറിയവുമായി മാത്രം നൽകിയത് 45 ലക്ഷത്തിലധികം രൂപയാണ്. ഈ ഒരു സാഹചര്യം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇതിലെ ഈ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിന് എന്ത് സംഭവിച്ചു എന്നുകൂടി പറയുമ്പോഴാണ് ഇതൊരു വെറും ദൂർത്ത് മാത്രമായി അവശേഷിച്ചു എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകുന്നത്. 2021-ലാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഈ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ഇതിന്റെ പ്രധാന കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റോ നിയമലംഘനമോ നിലനിൽക്കുന്നില്ല. അതേസമയം സർക്കാരിന് വേണമെങ്കിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാം എന്നുള്ളതുമായിരുന്നു എസ് സതീഷ് ചന്ദ്രബാബു കമ്മിറ്റി റിപ്പോർട്ടിൽ 2021 സമർപ്പിക്കുമ്പോൾ ചൂണ്ടിക്കാട്ടിയത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 2016-ൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സർക്കാർ സ്വീകരിച്ചിരുന്ന നിലപാട് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്നുള്ളതായിരുന്നു. പിന്നീട് 2 വർഷം കഴിഞ്ഞാണ് ഇത്തരമൊരു കമ്മിറ്റി രൂപീകരിക്കുന്നതും ആ കമ്മിറ്റി റിപ്പോർട്ട് നൽകുന്നതും ഏതാണ്ട് 2.5 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത്രയധികം കാലയളവ് ഇതിനിടയിൽ വന്നിട്ടുണ്ട്. ഈ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടാകട്ടെ സർക്കാർ പിന്നെയും ഒരു 2 വർഷം ഈ റിപ്പോർട്ടിന്മേൽ അടയിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒടുവിൽ ഈ സർവീസ് സംഘടനകളുടെ അടക്കം വലിയ വിമർശനങ്ങൾ വരുന്നു. ഈ ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കാത്തത് ചോദ്യം ചെയ്യുന്നു. ഒടുവിൽ അവർ കോടതിയിൽ പോയി കോടതി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുമ്പോൾ വീണ്ടും കോടതി രണ്ടാമത് ഈ കേസ് പരിഗണിക്കാനിരിക്കുന്നതിന്റെ തലേ ദിവസമാണ് സർക്കാർ വീണ്ടും ഒരു വിചിത്ര നീക്കം എന്നേ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു പ്രത്യേക സമിതിയെ രൂപീകരിച്ച ആ സമിതി നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ട് പഠിക്കാൻ വീണ്ടും ഒരു സമിതിയെ നിയോഗിക്കുന്നു എന്നുള്ളൊരു വിചിത്ര നടപടിയാണ് 2023-ൽ കോടതി നടപടിയെ മറികടക്കാനാണെങ്കിലും കൂടി സർക്കാർ സ്വീകരിച്ചത്. പിന്നീട് കോടതിയുടെ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം വന്നതോടെ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴും സർക്കാർ ഒരു തുടർ നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, സർക്കാർ നിയോഗിച്ച ഈ 2ാമത്തെ സമിതി, ധന നിയമ വകുപ്പ് മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും അടങ്ങുന്ന 2ാമത്തെ സമിതി നാളെ ഇതുവരെയായി ഒരു റിപ്പോർട്ടും ഒരു കണ്ടെത്തലും ഏതെങ്കിലും രീതിയിലുള്ള ശുപാർശകളും ഈ റിപ്പോർട്ട് സംബന്ധിച്ച് നൽകിയിട്ടില്ല. ഈ റിപ്പോർട്ടിന്മേൽ ഈ പറയുന്നതിനിടയിൽ ഈ സമിതി 2ാമത്തെ സമിതി രൂപീകരിച്ചു. അതിന്റെ ചീഫ് സെക്രട്ടറി മാറി വന്നു. ഇപ്പോൾ സർക്കാർ 2 ബജറ്റിലായി അഷേർഡ് പെൻഷൻ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്നുള്ള പ്രഖ്യാപനവും വന്നു. അപ്പോഴും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 2018 മുതൽ 2021 വരെ ഏതാണ്ട് 70,60,000 രൂപ ചെലവഴിച്ച് സർക്കാർ നിയോഗിച്ച ഒരു സമിതി പഠനം നടത്തുന്നു. ഈ പഠനം നടത്തിയ റിപ്പോർട്ട് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നും സർക്കാരിന് പോലും അറിയാത്തൊരു സാഹചര്യം. പൊടി പിടിച്ച് എവിടെയോ അവസാനിക്കുന്നു. രണ്ടാമതൊരു സമിതി രൂപീകരിക്കുന്ന വിചിത്ര നിലപാട് സ്വീകരിച്ചു. ആ സമിതിയാകട്ടെ ഒരു യോഗം പോലും ചേരാത്തൊരു സാഹചര്യവുമുണ്ട്. അങ്ങനെ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച 70 ലക്ഷത്തിലധികം രൂപ 3 പേർക്കായി അവരുടെ ഓണറേറിയമായും അവരുടെ മറ്റു ചെലവുകൾക്കായും ചെലവഴിച്ച് മുടിച്ചു എന്നതിനപ്പുറത്തേക്ക് പൊതുജനത്തിനോ സർക്കാർ ജീവനക്കാർക്കോ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഈ 70 ലക്ഷത്തിലധികം രൂപ സർക്കാർ ദൂർത്തടിച്ചതെന്ന് പറയേണ്ടി വരുന്നു. നിഖിൽ, ശരി, പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധനാ സമിതിയുടെ പേരിലും സർക്കാർ ദൂർത്ത്. അതായത് രോഹിണി, സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി ദൂർത്ത് അത് സർക്കാർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് PSCയുമായി ബന്ധപ്പെട്ട അങ്ങനെ ശമ്പള വർധന, അങ്ങനെ പല സമിതികൾ അല്ലെങ്കിൽ പല വിഭാഗങ്ങൾ, പല ബോർഡ്, കോർപ്പറേഷൻ, ഇതൊക്കെയായി ബന്ധപ്പെട്ട് സർക്കാർ ഇങ്ങനെ ദൂർത്ത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ആശാവർക്കർമാരടക്കമുള്ള ആളുകൾ അവരുടെ ഓണറേറിയം അടക്കമുള്ള കാര്യത്തിന് വേണ്ടി സമരം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും പ്രജിത്ത് മോഹനൻ.